ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയ്ക്കായുള്ള വിലാപയാത്രയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി ഇറാൻ. 3 ദിവസത്തെ ചടങ്ങുകൾ നടത്താനാണ് തീരുമാനം. അമേരിക്കയുമായി സമാധാന ധാരണ പ്രതീക്ഷിക്കുന്നതിനാൽ തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും 1 മുതൽ 2 കോടി വരെ ആളുകൾ ഒഴുകിയെത്തുന്നതായിരിക്കും ആയത്തുള്ള അലി ഖമനയുടെ വിലാപയാത്ര. 3 ദിവസങ്ങളിലായി തലസ്ഥാനമായ ടെഹ്റാൻ, ഖോം മുഷ്തഹദ് എന്നിവിടങ്ങളിൽ വിലാപയാത്ര നടക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഫെബ്രുവരി 28-നാണ് ആയത്തുള്ള അലി ഖമനേയി അമേരിക്കൻ ആക്രമണത്തിൽ വധിക്കപ്പെട്ടത്. കൊല്ലപ്പെട്ട നേതാക്കളുടെ ഖബറിടങ്ങളിൽ വരെ ആക്രമണം നടന്നിരിക്കെ ഖമനയുടെ ഖബറടക്ക തീയതി, സ്ഥലവും അതീവ പ്രാധാന്യമേറിയതാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലാണ് അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയി ഫെബ്രുവരി 28-ന് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ആയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഈ ഒരു സമാധാന ചർച്ചകളെല്ലാം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയുടെ വിലാപയാത്രയ്ക്കായുള്ള ഒരുക്കങ്ങളടക്കം സംസ്കാരത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ്. ഇറാൻ വിലാപയാത്രയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ്. 3 ദിവസത്തെ ചടങ്ങുകൾ നടത്താനാണ് തീരുമാനമായിരിക്കുന്നത്. അമേരിക്കയുമായി സമാധാന ധാരണ പ്രതീക്ഷിക്കുന്നതിനാൽ തീയതി പ്രഖ്യാപിക്കുന്നത് ഇതിന് ശേഷമായിരിക്കും. 1.5 മുതൽ 2 കോടി വരെ ആളുകൾ ഒഴുകിയെത്തിയേക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 3 ദിവസങ്ങളിലായി തലസ്ഥാനമായ ടെഹ്റാൻ, ഖോം മുഷ്തഹദ് എന്നിവിടങ്ങളിൽ വിലാപയാത്ര നടക്കും എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ. ഫെബ്രുവരി 28-നാണ് ആയത്തുള്ള അലി ഖമനേയി അമേരിക്കൻ ആക്രമണത്തിൽ വധിക്കപ്പെടുന്നത്. കൊല്ലപ്പെട്ട നേതാക്കളുടെ ഖബറിടങ്ങളിൽ വരെ ആക്രമണം നടന്നിരിക്കെ ഖമനയുടെ ഖബറടക്ക തീയതിയും സ്ഥലവും അതീവ പ്രാധാന്യമേറിയതാണ്.